പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് വിഖ്യാത മോഹിനിയാട്ടം കലാകാരിയായ വിനിത നെടുങ്ങാടിയാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ്, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള കലാമണ്ഡലം പുരസ്കാരം, കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ജൂനിയർ ഫെലോഷിപ്പ് എന്നീ ബഹുമതികൾ നേടിയിട്ടുള്ള വിനിത നെടുങ്ങാടി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് പാനൽ അംഗവും ദൂരദർശൻ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റുമാണ്. ശ്രീമതി വിനിത നെടുങ്ങാടിയുമായി സംസാരിക്കുന്നത് MV ശശികുമാർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി വിഖ്യാത മോഹിനിയാട്ടം കലാകാരി ശ്രീമതി വിനീത നെടുങ്ങാടിയാണ്. സ്നേഹാദരങ്ങളോടെ ശ്രീമതി വിനീത നെടുങ്ങാടിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, ഒരുപാട് സന്തോഷം. നമുക്ക് മോഹിനിയാട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായി മോഹിനിയാട്ടത്തെ പറയുമ്പോഴും ചില ഭിന്നാഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ഇത് കേരളത്തിൽ തന്നെ ഉണ്ടായതാണോ, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഇങ്ങനെ പല ഭിന്ന സ്വരങ്ങളും കേൾക്കാറുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇന്ന് കാണുന്ന മോഹിനിയാട്ടത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു റൂട്ട് പണ്ടത്തെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ആണ്. അതായത് കേരള കലാമണ്ഡലം തുടങ്ങിയ ശേഷം 1932 അവിടെ ആദ്യമായിട്ട് മോഹിനിയാട്ടം ഒരു കളരിയായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു 1950 ആയിട്ടേ മോഹിനിയാട്ടം ഒരു രൂപത്തിലെത്തിയിട്ടുള്ളൂ. അതുവരെ എന്തെല്ലാമോ ചെയ്യുന്നു എന്നല്ലാതെ കൃത്യമായിട്ടുള്ളൊരു രൂപം ഭാവം അതിനുണ്ടായിരുന്നില്ല. 1950 മുതൽക്ക് ഇങ്ങോട്ട് മോഹിനിയാട്ടത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ വരുന്നു, ഒരു അടിസ്ഥാനം വരുന്നു. നല്ല ഭംഗിയുള്ള ഒരു രൂപത്തിലേക്ക് മോഹിനിയാട്ടം പിച്ച വെച്ച് നടന്നു തുടങ്ങുന്നത് 1950s മുതൽക്കാണ്. അപ്പോൾ കേരളത്തിൻ്റെ തനത് കലാരൂപം എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് അപ്പോൾ ഈ മോഹിനിയാട്ടം? ഈ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തൊന്ന് ഇവിടെ വന്നാലും ഇവിടുത്തെ കാറ്റും മണ്ണും മണവും എല്ലാം കൂടി ചേർന്നിട്ട് ഇവിടുത്തേതായ ഒരു സ്വഭാവം കൈക്കൊള്ളുന്ന ഒരു ആ രീതിയിൽ വളർന്നു വരുന്ന ഒരു പ്രധാന സവിശേഷതയാണ് കേരളത്തിൻ്റെ, എനിക്ക് തോന്നാറുണ്ട്, സംസ്കൃത നാടകങ്ങൾ. ഭാരതത്തിൽ ഒട്ടുക്ക് സംസ്കൃത നാടകങ്ങൾ ഉണ്ടായപ്പോഴും ഈ സംസ്കൃത നാടകത്തിന് ഇന്ന് ഇവിടെ കാണുന്ന കൂടിയാട്ടത്തിൻ്റെയും നങ്ങ്യാർകൂത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടും അതിമനോഹരമായിട്ടുള്ള ഭാവുകത്വവും ഒക്കെ ഉള്ള ഒരു രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ്. എന്തിനാ, നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നോക്കിയാൽ സാമ്പാർ, കാളൻ, ഇതൊന്നും നമ്മുടെ അല്ല. പക്ഷെ നമ്മുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്നതിൽ കേരളീയത്വം എന്ന് പറയുന്ന ഒരു സംഭവം വളരെയധികം. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റ് നൃത്തരൂപങ്ങൾ, ഇപ്പോൾ ഭരതനാട്യമൊന്നും മറ്റൊരു കലർപ്പില്ലാതെ നിലനിൽക്കുന്നുമില്ലേ ഇവിടെ? ഇന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. അതായത് തമിഴ്നാട്ടിലെ ഭരതനാട്യം ആർട്ടിസ്റ്റുകൾ ഇവിടുത്തെ ഭരതനാട്യത്തെ അത്ര പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നില്ല. കേരള സ്റ്റൈൽ ഭരതനാട്യം തന്നെയാണ് അതിന് ഒരു. ഈ മോഹിനിയാട്ടത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായി നമുക്ക് കരുതാവുന്നത് ഏതെല്ലാമാണ്? അങ്ങനെയൊന്നും കൃത്യമായിട്ട് രചിക്കപ്പെട്ടില്ല. കാരണം മോഹിനിയാട്ടം എന്ന കലാരൂപം ഇപ്പോഴും ഇവോൾവിങ് സ്റ്റേജിലാണ്. അതിനൊരു കൃത്യമായ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. ഭംഗിയുള്ളൊരു രൂപം 1950s സ്റ്റാർട്ട് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് ഇവോൾവ് ചെയ്ത് ഏതൊരു കലാരൂപവും ഇനി മാറണ്ട എന്നൊരു രൂപത്തിലേക്ക് എത്തിയാൽ അത് ഡെഡായി എന്നാണ് അർത്ഥം. എത്തില്ല. അത് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. എന്നാലും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ, അതുപോലെ സത്യഭാമ ടീച്ചറുടെ, ലീലാമ്മ ടീച്ചറുടെ, ഇവരുടെ കനകലയുടെ 2-3 പുസ്തകങ്ങൾ അതിമനോഹരമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ബുക്സാണ്. ഭാരതി ശിവജി മാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നിർമ്മല പണിക്കരുടെ നല്ല പുസ്തകങ്ങളുണ്ട്. ദീപ്തി ഓംചേരി ഭല്ലയുടെ ഉണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് ഇന്നത്തെ അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ള. അല്ല, മോഹിനിയാട്ടം എന്ന കലാരൂപം സ്വന്തം മേഖലയായിട്ട് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? പഠനമൊക്കെ എങ്ങനെയായിരുന്നു? അതേക്കുറിച്ച് പറയാമോ? 5 വയസ്സ് മുതലേ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. പക്ഷേ അതെനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ചെയ്യാം എന്നുള്ളതല്ല, അതെ അതിനോട് ഭയങ്കര ഒരു പാഷനൊന്നും എനിക്കുണ്ടെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ്, ഞാനും ചെയ്യുന്നു എന്നല്ലാതെ. കഥകളി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഭരതനാട്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ മോഹിനിയാട്ടം പഠിച്ചു. 4ാം ക്ലാസ്സിൽ മോഹിനിയാട്ടം ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എന്താന്ന് ഞാൻ ചെയ്തതെന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷേ ഒരു 90s എനിക്കിത് ശരിക്കും എൻ്റെ തട്ടകം മോഹിനിയാട്ടമാണ്, അല്ലെങ്കിൽ
എനിക്ക് വേണ്ടത് ഇതാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നതും കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ അടുത്തേക്ക് പോയിട്ട് ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ ABCD പഠിക്കുക എന്ന് പറയുന്ന പോലെ ഡാൻസിൽ പറയുക തട്ടടവ് പഠിക്കുക എന്ന തട്ടടവ് മുതൽ ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മോഹിനിയാട്ടത്തിൻ്റെ വഴികളിലേക്ക് എൻ്റെ മനസ്സും ശരീരവും കൂടുതൽ ഇറങ്ങിച്ചെന്നിരിക്കുന്നത്. പലരും കലാതിലകവും കലാപ്രതിഭയും ഒക്കെ ആകാനാണ് ഇത്തരം കലാരൂപങ്ങൾ അഭ്യസിക്കാറുള്ളത്. അതിനുശേഷമാകട്ടെ ഒരു ഫിലിമിലേക്ക്, ചലച്ചിത്രത്തിലേക്കുള്ള ഒരു എൻട്രി, ആ പാസ്സായിട്ടാണ് ഈ കലാപ്രതിഭ പട്ടവും കലാതിലക പട്ടം പോലും പലരും കരുതുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിനിവേശം താങ്കൾക്ക് ഉണ്ടായിട്ടില്ല? എനിക്ക് കല ഒരിക്കലും ഫേമസ് ആവാനുള്ളൊരു ഉപാധിയല്ല. എനിക്ക് ഫേമസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാനിതിനെ സമീപിച്ചിട്ടേ ഇല്ല. പൊതുവേ ഇൻട്രോവേർട്ടായിരുന്ന ഒരാളാണ്. പിന്നെ ഈ ഡാൻസാണ് എന്നെ കുറേ എക്സ്ട്രോവേർട്ട് ആക്കിയിരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ടൊരു മെഡിറ്റേറ്റീവ് മൂഡ് കിട്ടുന്നത് ചിത്ര വിശ്വേശ്വരൻ്റെ ഒരു പെർഫോമൻസ് കണ്ട ശേഷം. ആ മെഡിറ്റേറ്റീവ് മൂഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഡാൻസ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഡാൻസിലേക്ക് തിരിച്ചു വന്ന്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തട്ടടവ് തൊട്ട് പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് തിരിച്ചു വന്നത് ആ മെഡിറ്റേറ്റീവ് മൂഡ് എനിക്കും വേണം, എൻ്റെ ഓഡിയൻസിന് കൊടുക്കാനും സാധിക്കണം. അപ്പോൾ അതിന് പിന്നാലെ വന്നതാണ് ഈ ഫെയിമും പിന്നെ അംഗീകാരങ്ങളും ആരാധകരും ഒക്കെ. അതിന് ശേഷം അതിന് എനിക്ക് വലിയ അതെന്നെ പിടിച്ച് കെട്ടുന്നില്ല. അങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ട്രാൻസിലേക്ക് എത്താൻ ഈ കലാരൂപമായിരിക്കും നല്ലതെന്ന് തോന്നാൻ കാരണം എന്താണ്? അത് മലയാളത്തിനോടുള്ള ഇഷ്ടം, കേരളത്തിനോടുള്ള ഇഷ്ടം. എന്നാൽ ഞാനിത് കൈകാര്യം ചെയ്തത് തുടങ്ങുന്ന ആ കാലത്തൊന്നും അത്ര അധികം മലയാളം ഒന്നും ഇതിലുപയോഗിച്ചിട്ടില്ല. പക്ഷേ സ്വാതികൃതികൾ ധാരാളം മലയാളം പദങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മലയാളത്തിനോടുള്ളൊരു അഭിനിവേശം, ഈ ഭാഷയോട് എങ്ങനെ ഈ കലാരൂപത്തെ ഇണക്കാം എന്നുള്ളൊരു അന്വേഷണം, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ചലച്ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? നമുക്കൊരു ഗാനത്തിലേക്ക് പോയാലോ? ചലച്ചിത്രങ്ങൾ കാണുന്നത് കുറവാണ്, പക്ഷേ ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ. നമുക്ക് ആദ്യത്തെ ഗാനമായിട്ട് ഏതാണ്? ഏത് സിനിമയിലേന്നറിയില്ല, അമ്പിളിക്കല ചൂടും എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. നിൻ തിരു നടയിൽ തുമ്പമലരിനും ഇടമുണ്ട്. എനിക്ക് തോന്നുന്നു രാജശില്പി എന്ന ചിത്രത്തിലെയാണ്. ONV കുറുപ്പ് സാറിൻ്റെയാണ് രചന, രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം. രാഗമാലികയാണ്, അതിമനോഹരമാണത്. അതെ, പരമ്പരാഗത ശൈലിയിലുള്ള നൃത്തത്തിനപ്പുറം സ്വന്തമായി ചില പരീക്ഷണങ്ങൾ നൃത്തത്തിൽ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ചും കവിതകളുടെ നൃത്താവിഷ്കാരമൊക്കെ. എങ്ങനെയാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് തുനിയാനിടയായത്? ഞാൻ മോഹിനിയാട്ട രംഗത്ത് 90s ഞാൻ ക്ഷേമ ടീച്ചറുടെ അടുത്തേക്ക് പോയതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ 5 വയസ്സ് തൊട്ട് നൃത്തം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം, മോന് 3 വയസ്സുള്ളപ്പോൾ മോൻ്റെ പ്ലേ സ്കൂളിൽ ഒരു ഐറ്റം എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യണമെന്ന് മോൻ്റെ ടീച്ചർ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ കൊറിയോഗ്രഫി വരുന്നത്. കാരണം അതുവരെ ഞാൻ പഠിച്ചതെല്ലാം ശൃംഗാരപദങ്ങളും ശൃംഗാരവർണ്ണങ്ങളുമാണ്. അത് ഈ കുഞ്ഞു മക്കളുടെ മുന്നിൽ എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് ഞാൻ ഓമനത്തിങ്കൾ കിടാവോ എന്ന ആ പ്രശസ്തമായിട്ടുള്ള താരാട്ടുപാട്ടിനെ കുട്ടികൾക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിൽ കൊറിയോഗ്രഫി ചെയ്യുന്നത്. അത് ഉണ്ടാക്കിയ ചിന്തകൾ ഒരുപാട് ആഴമുള്ളതായിരുന്നു. അതിൽ നിന്നാണ് മലയാളം കൂടുതൽ ഇതിലേക്ക് വരണം എന്നുള്ള ഒരു വല്ലാത്തൊരു അഭിവാഞ്ച ഉണ്ടാവുന്നതും, എന്നിട്ട് ഭൂതപ്പാട്ട് ഇതിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആശയം പങ്കുവെക്കുന്നതും. അത് പക്ഷെ എന്നെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയതേ ഉള്ളൂ. ഒരു 2 വർഷം അത് വേണ്ട, അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ. ആരും എന്നെ ഭൂതപ്പാട്ട് തിരഞ്ഞെടുത്തത് നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യം, പരിസരം. അതിൽ ഒരുപാട് ബിംബങ്ങളുണ്ട്. എന്തൊരു വൃത്തിയുള്ള, നമുക്കതിന് വലിയ മെനക്കെടാതെ തന്നെ നമുക്ക് ആ ബിംബങ്ങൾ സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. ഇടശ്ശേരി കവിതകളുടെ പ്രത്യേകത തന്നെ അതാണല്ലോ, പ്രകൃതി ബിംബങ്ങളുകൊണ്ട് സമൃദ്ധമാണത്. ഈ ബിംബങ്ങളെ മോഹിനിയാട്ടത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്കിട്ട ഒരു ചാലഞ്ച്, ഒരു ടാസ്ക്. അത് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനത് ഭൂതപ്പാട്ടിലേക്ക് ഇറങ്ങിയത്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ സമ്മതിച്ചു അത് ചെയ്യാൻ. അത് പക്ഷേ നല്ല ഒരു ഓപ്പണിംഗ് ആയി എനിക്ക്. അതുവരെ ആരും മലയാള കവിതകളെടുത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത് ഭൂതപ്പാട്ടായിരുന്നു. ഒരുപക്ഷെ പ്രശസ്ത ബാലസാഹിത്യകാരൻ പി നരേന്ദ്രനാഥിൻ്റെ മകൾ എന്ന രീതിയിൽ സാഹിത്യമായിട്ട് കൂടുതൽ പരിചയമുണ്ടായിരുന്നു. അതാണോ ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത്? ആയിരിക്കും, തീർച്ചയായിട്ടും. കാരണം എപ്പോൾ തൊട്ട് വായിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അത്രയും മുന്നേ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെ അറിഞ്ഞ് വായിക്കുന്നതിന് മുമ്പേ അറിയാതെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കുഞ്ഞിക്കൂനനും
വികൃതിരാമനൊക്കെ തന്നെയാണോ? അതെ അതെ, മനസ്സറിയും യന്ത്രം. മനസ്സറിയും. അത് മാത്രമല്ല, ഈ അച്ഛൻ എഴുത്തുകാരനായതുകൊണ്ട് ഒരുപാട് മാഗസിൻസും ഒക്കെ വീട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് മുഴുവനും എല്ലാം വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വായനാശീലം ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിത്തരാൻ അച്ഛൻ്റെ എഴുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതിനുമുമ്പേ അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഈ കേകിയാട്ടം താങ്കൾ നൃത്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, അതല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം? അത് കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് കറുകറി കാർമുകിൽ കൊമ്പനാനപ്പുറത്തേറി എഴുന്നള്ളും മൂർത്തി. ഇത് ഞാൻ ആദ്യം കേൾക്കുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക്, അന്ന് ഏഷ്യാനെറ്റിൽ 1 മണി തൊട്ട് 1:30 വരെ കച്ചേരി ഉണ്ടാവും. രഘുവേട്ടൻ എൻ്റെ ഭർത്താവ് ഊണ് കഴിക്കാൻ വരുന്നത് 1:30 മണിക്കാണ്. അപ്പോൾ ആ സമയത്ത് അതുവരെ ഞാനിതിരുന്ന് കേൾക്കൽ പതിവുണ്ട്. അപ്പോൾ ആ ദിവസം ഉണ്ടായിരുന്നത് കാവാലം സജീവിൻ്റെ കച്ചേരിയായിരുന്നു. അതിലവസാനം അദ്ദേഹം തുക്കട പാടുന്ന കൂട്ടത്തിലാണ് ഈ പാട്ട് പാടിയത്. ആ നിമിഷം തൊട്ടൊരു മയിലാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആകെ അറിയുന്നത് ഇത് കാവാലം നാരായണ പണിക്കരുടെ രചനയാണ്, കറുകറി കാർമുകിൽ നിന്നാണ് തുടക്കം. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ആ കാസറ്റ് വേണം, എനിക്ക് ആ പാട്ട് ഇപ്പം കേട്ടേ പറ്റൂ. അപ്പോൾ ഇപ്പം ഇവിടുന്ന് കിട്ടാൻ ഞാൻ അന്വേഷിച്ച് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു മൂഡിൽ ഞാൻ ആദ്യം കരയുക ചെയ്യുക. അത് കരച്ചിലിന് യാതൊരു കണ്ണീരിനൊരു പഞ്ഞമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കണ്ണീരിൻ്റെ മുന്നിൽ വേഗം പോയി അന്വേഷിച്ച് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ കാസറ്റുമായിട്ട് എനിക്ക് ആളെത്തി. അന്ന് തന്നെ ഞാൻ കൊറിയോഗ്രഫി ചെയ്തു തുടങ്ങി. ഒരു 2-3 ഡേയ്സിൽ അത് കംപ്ലീറ്റായി. ഞാൻ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസ പറയുന്നുണ്ട്, മനസ്സാകെ നനഞ്ഞല്ലോ തീക്കാഞ്ഞു വലഞ്ഞല്ലോ, അകവും പുറവും നനഞ്ഞു കുതിർന്നല്ലോ. അതൊരു മയിലിന് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു, എഡിറ്റ് ചെയ്ത് അത് മാറ്റി. അതുപോലെ മാനത്തൊരു മയിലാട്ടത്തിനെ സെക്കൻഡ് സ്റ്റാൻസയായിട്ട് എടുത്തു. അങ്ങനെ ചില വിക്രസൊക്കെ അതിൽ കാണിച്ചിട്ടാണ് കൊറിയോഗ്രഫി മുന്നോട്ട് നീങ്ങിയത്. എൻ്റെ മോനെ കൊണ്ടാണ് ഞാനിത്, കാരണം ഒരു മയിലിനെ കേന്ദ്ര കഥാപാത്രമായിട്ട് എനിക്കൊരു മോഡലില്ല മോഹിനിയാട്ടത്തിൽ. അപ്പം ഞാനത് അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഓരോ മൂമെൻറ്റും അവനെ കാണിച്ചിട്ട് ഇതെന്താ പറയൂ, ഇപ്പം അവൻ പറയുന്നത് കാക്കയാണ്, അപ്പോൾ ഈ കാക്കയെ മയിലാക്കണമല്ലോ, അതിനു വേണ്ടി എന്ത് ചെയ്യണം, നല്ല ഒരു പ്രോസസ്സായിരുന്നു. അവനത് മയിലാണ് എന്ന് പറയുന്നത് വരെ ഞാനതിൽ വർക്ക് ചെയ്ത് പിന്നെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് കാവാലം നാരായണ പണിക്കർ അദ്ദേഹവും മനസ്സാ സ്വീകരിച്ചു. ഇത്തരം തിരുത്തലുകൾ എന്ന് പറയുന്നില്ല, കുറച്ച് എന്താ പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഈ കൃതിയിലെടുത്തപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ഇത് 1-2 സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം അത്രയധികം ആസ്വാദകരുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള ഡിമാൻഡ്. ഒരു വേദിയിൽ 3 തവണ ഞാനിത് ചെയ്തിട്ടുണ്ട്, കറുകറി കാർമുകിൽ, ഒരേ വേദിയിൽ. അങ്ങനെ ഡിമാൻഡ് വന്നപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഒരു ലെറ്റർ അയച്ചു. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നും അത്ര കാര്യമായിട്ടില്ല. പിന്നെ ഫോണിൽ സംസാരിക്കാനുള്ള ധൈര്യമില്ല, കാരണം അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഈ ഐറ്റം ചെയ്യില്ല. ജനങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്, അങ്ങനെ ഒരു അനുമതി ഉണ്ടെങ്കിലേ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. എന്താ 2-3 ദിവസത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് മറുപടിയും വന്നു. അത് എഴുതുന്നതോടുകൂടി എഴുത്തുകാരൻ്റെ അവകാശം അതിന്ന് പോയി, വിനിതയുടെ ഇൻ്റർപ്രിട്ടേഷൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ കാണുകയുണ്ടായോ? അദ്ദേഹം പിന്നീടും വർഷങ്ങൾക്ക് ശേഷമാണ് നേരിട്ട് കാണുന്നത്. നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഇനി ഇതിങ്ങനെ അറിയപ്പെടുള്ളൂ, ഒരു മയിലിൻ്റെ വിചാരവികാരങ്ങളായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ഇനി ഇതെങ്ങനെ അറിയപ്പെടുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ വലിയൊരു അവാർഡായിട്ട് ഞാൻ ആ വരികൾ കൊണ്ട് നടക്കുന്നു. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? 7:30 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഗാണത്, മോഹനം. മാത്രമല്ല ഇന്ന് ശിവരാത്രിയും കൂടിയാണല്ലോ. അതെ. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനങ്ങളിലെ പല പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ പരിഷ്കാരങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? താങ്കളുടേതായ ചില സംഭാവനകൾ ഇതിലുണ്ടായിട്ടില്ലേ? 2008 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കിയിട്ട് അവിടെ പൗലോസ് സർ VC ആയിട്ട് ഇരുന്നപ്പോൾ ഞങ്ങൾ റിനൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് അവിടെ MA ചെയ്യാനുള്ള ഒരു സൗകര്യം. അതർവൈസ് ഞാൻ BCom ഗ്രാജുവേറ്റാണ്, ICWA ആണ് എൻ്റെ മേഖല. എനിക്കൊരിക്കലും മോഹിനിയാട്ടത്തിലൊരു MA ചെയ്യാനുള്ള സാധ്യതയില്ല. ആ സമയത്താണ് അദ്ദേഹം ഇങ്ങനെയൊരു ഓപ്ഷൻ ഞങ്ങൾക്കൊക്കെ തരുന്നത്. ഞാനും പല്ലവി കൃഷ്ണ ഒക്കെ അതിലേക്ക് ചേർന്നു. കൂട്ടത്തിൽ സുഗന്ധി, കലാമണ്ഡലം സുഗന്ധി ടീച്ചർ, അതുപോലെ ലീലാമ്മ ടീച്ചർ ഒക്കെ ഞങ്ങളുടെ കൂടെ MA ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ലിഷർ സമയത്ത് ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ദിവസം സുഗന്ധി ടീച്ചർ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് ആദ്യമായിട്ട് സ്റ്റിച്ച്ഡ് വേഷം മോഹിനിയാട്ടത്തിലിടുന്നത്. അത് 1969 മുടി കൊണ്ട കെട്ടുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, അതിന് മുന്നേ അപ്പം എന്തായിരുന്നു വേഷം? എല്ലാവരുടെയും പോലെ ഞാനും വിചാരിച്ചത് അത് കാലാകാലമായിട്ടുള്ളൊരു വേഷമാണ്, വളരെ പൗരാണികമായിട്ടുള്ളൊരു വേഷമാണ് മോഹിനിയാട്ടത്തിൽ പിന്തുടരുന്നത് എന്നാണ്. അപ്പോൾ പറഞ്ഞു, അതിന് മുമ്പ് സാരി ഉടുത്തിരുന്നത്. അപ്പോൾ അതിനും മുൻപ് പാവാടിയും ബ്ലൗസൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യഭാമ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അത് ആ ഹിസ്റ്ററിയുടെ പുറകിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇന്ന് കാണുന്ന നമ്മൾ പൈതൃകം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഈ വേഷത്തിന് വളരെ കുറച്ച് കാലത്തെ പ്രായമേ ഉള്ളൂ എന്നും അത് തന്നെ വലിയ ആലോചനയിലൊന്നും ചെയ്തതല്ല. ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ തോന്നി, അത് ചെയ്തു, അത് സക്സസ്ഫുള്ളായി എന്ന് വെച്ചിട്ട് അങ്ങനെ വരുന്ന ചില മാറ്റങ്ങളാണ്. ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോമിന് അങ്ങനെ പോരാ എന്നുള്ളൊരു ചിന്തയുണ്ട്. എന്തിലും ചതുർവിധാഭിനയങ്ങളിലും നമുക്ക് ആലോചിച്ച് അതിൻ്റെ വരായികകൾ, പോരായ്മകൾ ഇതെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ ഓരോന്നും ഡിസൈൻ ചെയ്യാൻ. ആ രീതിയിലല്ല ഇപ്പം കാണുന്ന വേഷത്തിൻ്റെ രൂപം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിലേക്ക് വരുന്നത് അങ്ങനെയാണ്. എങ്ങനെയായിരുന്നു ആ കോൺട്രിബ്യൂഷൻ? അതായത് പണ്ടത്തെ കാലത്ത് ഏറ്റവും പണ്ട് ഞാൻ പുറകിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മനസ്സിലാക്കിയത് 2 കാലം സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു വേഷമായിരുന്നു. ഞാൻ പാലക്കാട്ടുകാരിയാണ്. അപ്പോൾ അവിടെ സ്വരലയാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം നൃത്തം കാണാൻ വേദി ഒരുക്കുന്ന ഒരു സംഘടന. എല്ലാ വർഷവും 9 ദിവസം ഒരു 3 പരിപാടികളെങ്കിലും ഉണ്ടാവും. അങ്ങനെ വർഷങ്ങളോളം ധാരാളം നൃത്തങ്ങൾ കണ്ടപ്പോൾ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ, പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നർത്തകിയുടെ മുഴുവൻ ഫിഗറും നമ്മുടെ മനസ്സിലില്ലാത്തത് മോഹിനിയാട്ടത്തിന് മാത്രമാണ്. കാരണം പാദ അത്ര കാണില്ല, അരയ്ക്ക് താഴോട്ട് ഒരു ഒഴുക്ക് മാത്രമാണ്, അല്ലാതെ പാദചലനങ്ങളുടെ ഒരു പ്രത്യേകതയോ വൈവിധ്യമോ നമുക്ക് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല. പക്ഷേ ഇത് പൗരാണികമായിട്ടുള്ളൊരു വേഷമല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള നിലയ്ക്ക് അത് വിട്ട് കളഞ്ഞതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉള്ളിലേക്ക് വരുന്നതും. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ മോഡിഫൈ ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. 2 കാലം സെപ്പറേറ്റഡ് ആക്കിയിട്ട് കളരിപ്പയറ്റിൻ്റെ ഉടുത്തുകെട്ടും അതുപോലെ ഇന്നത്തെ മോഹിനിയാട്ട വേഷത്തിൻ്റെ ഒരു കമ്പൈൻഡ് ഫോമായിട്ടാണ് പുതിയ വേഷത്തെ ഡിസൈൻ ചെയ്തത്. ഇതിനൊക്കെ കിട്ടിയ സ്വീകാര്യത എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന്? അത് ആദ്യം നല്ല പ്രശ്നമായിരുന്നു. അതായത് എൻ്റെ ടീച്ചറുടെ അടുത്താണ് ഞാനിത് ആദ്യം, കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ അടുത്തേക്കാണ് ഞാനിത് ആദ്യം കൊണ്ടുപോയത്, വേഷം തുന്നിച്ച് എല്ലാം ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ടീച്ചർ ഇത് നോക്കാൻ കൂടി കൂട്ടാക്കിയില്ല. ടീച്ചർ തലയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്തിനാ കുട്ടി ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് ചെയ്യണത്, ഇപ്പോൾ ഒരു തരക്കേടില്ലാതെ നൃത്തം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ മെല്ലെ പ്രശസ്തിയിലേക്ക് പോകുന്ന ഒരാൾ, പുതപ്പാട്ടൊക്കെ വളരെ സക്സസ്ഫുള്ളായി, വിനിത എന്ന് പറഞ്ഞാൽ അറിയുന്ന ഒരു, ഈ രംഗത്ത് അറിയുന്ന ഒരു സമയത്താണ് ഞാനിങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട, ഇത് ഉള്ളത് വെച്ചിട്ട് നമുക്കങ്ങനെ പോവാം. അപ്പം ഞാൻ ഇതിൻ്റെ കുറേ ഡ്രോബാക്സ് പറഞ്ഞു, ഈ വേഷത്തിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ശരിയാണ്, അതിനൊന്നും ഞാൻ എതിർത്ത് പറയുന്നില്ല, ഈ പറഞ്ഞതൊക്കെയും കറക്റ്റാണ്. പക്ഷേ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കുട്ടി ഫീൽഡിൽ നിന്ന് ഔട്ടാവും, അതല്ലെങ്കിൽ സക്സസ്ഫുൾ ആയാൽ പിന്നെ പ്രശ്നമില്ല, പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചർ ഒന്ന് യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇതുകൊണ്ട് ഒരുപക്ഷെ വിനിത എന്ന നർത്തകിയില്ലാതെയാവും, പക്ഷെ ആരെങ്കിലും ഒരാൾ ഇതിന് ധൈര്യപ്പെട്ട് ചെയ്താലേ ഇത് മോഹിനിയാട്ടത്തിന് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമാവുള്ളൂ. അപ്പോൾ മോഹിനിയാട്ടത്തിന് വേണ്ടി ഒരു പക്ഷേ ഞാൻ ഇല്ലാതെ അയക്കാം, അതെനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനല്ലെങ്കിലും എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഒരു മെഡിറ്റേറ്റീവ് മൂഡിന് വേണ്ടിയിട്ടാണ് ഇത് ഡാൻസ് ചെയ്യണത്. അതിപ്പോൾ വേദികൾ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ അത് വല്ലാതെ ബാധിക്കില്ല എന്ന് തോന്നി. അപ്പോഴത്തെ ഒരു ഇതായിരിക്കാം, എനിക്കറിയില്ല. ഏതായാലും ടീച്ചർ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു എന്ന് എവിടെയും പറയരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ടീച്ചർ, ഒരിക്കലും ഇതിലൊരു എന്താ പറയുക കയ്യില്ല. അതെ. പക്ഷെ പൊതുവെ ഇത് സ്വീകരിക്കപ്പെട്ടോ പിന്നീട് മറ്റു കലാകാരികൾ? അതായത് എനിക്ക് ദൂരദർശൻ്റെ ടോപ്പ് ഗ്രേഡ് കിട്ടുന്നത് ഈ വേഷമൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പോൾ കലാമണ്ഡലം അവാർഡ് കിട്ടിയതിൽ പ്രധാനമായിട്ടും അതിൽ ആ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് തന്നെ ആ കാര്യത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തിനെ അഭിനന്ദിച്ചും കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നർത്തകികൾ അഥവാ കലാമണ്ഡലം അവരത് അഡോപ്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ ഇത് മനസ്സാ അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതായിരുന്നു, മോഹിനിയാട്ടം വേഷം ഇട്ട് ചെയ്യുന്നത് എല്ലാം മോഹിനിയാട്ടമാണോ?
അപ്പോൾ വേഷത്തിനൊരു പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിനപ്പുറമല്ലേ ചെയ്ത്ത്. ഇന്നിപ്പം മോഹിനിയാട്ടം വേഷിട്ടിട്ട് ആരെന്ത് ചെയ്താലും അത് മോഹിനിയാട്ടമാണ് എന്ന് അംഗീകരിക്കുന്നു. മോഹിനിയാട്ടത്തിൻ്റെ വേഷമല്ല എന്ന് ചിലരെങ്കിലും പറയുന്ന ഒരു വേഷം ഇട്ടിട്ട് ഞാൻ ചെയ്യുന്ന സാധനം മോഹിനിയാട്ടമാണ് എന്ന് അവർ അംഗീകരിക്കുന്നു. എനിക്കത് മതി. ക്ലാസിക്കൽ കലയാകുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ ആഹാര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പലതിലും കാണില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് ഒരു ആശയ പ്രചരണത്തിന് ഇത്തരം നൃത്തങ്ങൾ ഉപാധിയാക്കാൻ പറ്റുമോ? പറ്റും, പക്ഷെ എല്ലാം പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഒരു തത്വം നമ്മൾക്ക് നൃത്തത്തിലൂടെ അവതരിപ്പിച്ചാൽ മുദ്രകളുകൊണ്ട് കാണിക്കാം. അത് എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് സംശയമാണ്. എന്നാൽ പൊതുബോധം ഉണർത്തേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ആശയപരമായിട്ട് നൃത്തത്തിലൂടെ വളരെ ശക്തമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നദീ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് പറയാമോ? പ്രകൃതി സംരക്ഷണം, നദീ സംരക്ഷണം, ഇതൊക്കെ എങ്ങനെയാണ് ഈ നൃത്തത്തിലേക്ക് ലയിപ്പിച്ചത്? പ്രകൃതി എൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ്. അപ്പം പ്രകൃതി ആദ്യമായിട്ട് നൃത്തത്തിലേക്ക് വരുന്നത് ഈ കാർമുകിലിൽ മയിലിലൂടെയാണ്. അതിനുശേഷം മഴയുടെ നവരസങ്ങൾ എന്ന് പറഞ്ഞിട്ട് വർഷമോഹിനി ചെയ്തു. ഇതൊക്കെയും എൻ്റെ പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ള കുറേ ഭാവങ്ങളാണ്. അതിന് പിന്നാലെയാണ് നദീ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലേക്കൊക്കെ ഞാൻ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് വിളിക്കപ്പെടുന്നതും അവതരിപ്പിക്കേണ്ട ഒരാവശ്യം വരുന്നതും. എനിക്കതിനൊട്ടും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പ്രകൃതിയുടെ പല മൂവ്മെൻറ്റ്സും എന്നെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവണം. അത് നദീ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിൽ സ്കൂൾ കുട്ടികളായിരുന്നു. അവരെ വെച്ചിട്ട് കേരളത്തിലെ എല്ലാ നദീതീരത്തും പോയി അങ്ങനെ നല്ലൊരു ക്യാമ്പയിനായിരുന്നു അത്. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ട് ഭാരതപ്പുഴയുടെ അംബാസഡറായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് പുഴയുടെ നിറഞ്ഞൊഴുകുന്നതും പിന്നെ ഒരു നൂലുപോലെ ഒഴുകുന്നതും അതിലെ മത്സ്യവും ഒക്കെ കഷ്ടപ്പെടുന്നതും ഒക്കെ നൃത്തത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ കുട്ടികൾക്ക് നല്ലോണം മനസ്സിലായി. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ മോഹിനിയാട്ടം ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷേ നിങ്ങൾ ചെയ്തതെല്ലാം ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന്. അതുമാണ് മുദ്രകളുടെയും നമ്മളുടെ ഭാവത്തിൻ്റെയും അതുപോലെ തന്നെ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു കഴിവ് എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട് തോന്നുന്നു. അതും കൂടി ആയിരിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, പവർഫുൾ. നമുക്ക് ഇനിയൊരു ഗാനത്തിലേക്ക് പോയാലോ? അടുത്ത ഗാനം ഏതാണ്? വൈക്കത്തപ്പന് ശിവരാത്രി എന്ന് പറഞ്ഞിട്ടെ, മഴക്കാർ എന്ന ചിത്രത്തിൽ എം ജി രാധാകൃഷ്ണൻ പാടിയ പാട്ടല്ലേ? വയലാർ ദേവരാജൻ ടീമിൻ്റെ. ഏതൊരു കലയും പൂർണ്ണമായി അനുവാചകന് ഉൾക്കൊള്ളാൻ ഒരേ സാംസ്കാരിക പരിസരം ആവശ്യമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ക്ലാസിക്കൽ കല പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു പ്രവേശിക അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു പഠനം അനുവാചകനും ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഞാൻ ഒരു മൂമെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഭാവം അവതരിപ്പിക്കുമ്പോൾ ഇത് അതാണ് എന്ന് അംഗീകരിക്കാൻ കെൽപ്പുള്ള പ്രേക്ഷകരും കൂടെ ഉണ്ടെങ്കിലേ അവിടെ ആ കമ്മ്യൂണിക്കേഷന് സാധ്യതയും അല്ലെങ്കിൽ ഒരു ജീവനും ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൻ്റെ മുകളിൽ, കളരിയുടെ മുകളിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയൊരു സ്റ്റേജും ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന അവിടെ മാസത്തിലൊരിക്കൽ ഒരു 30 പേരെയൊക്കെ ഇൻവൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ വെച്ചിട്ട് ഒരു പാട്ടും ഒരു മൃദംഗവും വെച്ചിട്ട് അപ്പം തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞും കൊണ്ട് ചെയ്യുന്ന ഓരോ നൃത്തത്തിൻ്റെയും തുടക്കം എന്താണ്, ഒരു തോട്ട് പ്രോസസ്സ് തൊട്ട് അതിൻ്റെ കൊറിയോഗ്രഫിയുടെ അവസാനം വരെ ഉള്ള കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയും അതുപോലെ തന്നെ ആട്ടപ്രകാശത്തിൻ്റെ അങ്ങനെ ഞാൻ എഴുതിയ ഒരു ഇതുണ്ട്. അതിലൊക്കെയും വായിച്ചവരും ഈ അരങ്ങ് കാണാൻ വന്നിട്ടുള്ളവരും പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ആർട്ട് ഫോമിനെ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ്. അതിന് ഈ ക്ലാസ്സസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കലാരൂപത്തിനെ അംഗീകരിക്കാനും ഒരു കലാരൂപത്തിൻ്റെ ഉള്ളറകളിലേക്ക് കയറി ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹവും അനുവാചകരിൽ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ ഒരു നർത്തകിയുടെ കർത്തവ്യമായിട്ട് വരും. അതിനുള്ള ശ്രമമായിരുന്നു ശരിക്കും കുറച്ചു മുമ്പ് താങ്കൾ തന്നെ പറഞ്ഞ ആട്ടപ്രകാശം. അതേക്കുറിച്ച് പറയാമോ? ആട്ടപ്രകാശം ശരിക്കും സംഭവിച്ചു പോയതാണ്. അത് ഈ 2010 എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു തോന്നുന്നു. ആ വർഷം തന്നെയാണ് ഞാൻ ഈ ആട്ടപ്രകാശം എഴുതാൻ തുടങ്ങുന്നതും. അതിന് ഒരു 2009 മറ്റോ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ആവശ്യപ്പെട്ടു, കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ മോഹിനിയാട്ടത്തെക്കുറിച്ച് ഒന്ന് എഴുതി തരുമെന്ന്. അങ്ങനെ ഞാൻ അമ്മുവിൻ്റെ ആട്ടക്കളരി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ തുടങ്ങി.
കുട്ടികൾക്ക് വെറുതെ ഒരു തീം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത് ഇടയ്ക്ക് വെച്ചിട്ട് നിന്നു. അതിൻ്റെ ഒരു ഇലാബറേറ്റഡ് ഫോമാണ് ആട്ടപ്രകാശം. ആട്ടപ്രകാശം ഞാൻ പറയുകയാണെങ്കിൽ ഒരു കലയ്ക്കും ലൗകികതയുമായിട്ട് വിട്ടിട്ടുള്ള നിലനിൽപ്പില്ല. അപ്പോൾ ഞാനെന്ന വ്യക്തി ഒരേ സമയം നർത്തകിയുമാണ്, മറ്റു പല ബന്ധങ്ങളുടെയും ആകത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഞാൻ അരങ്ങിൽ അവതരിപ്പിക്കുന്ന നൃത്തത്തിന് ഇതിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഇത് നാട്യധർമ്മിയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതിലെ ലൗകികതയും ലോകധർമ്മിയും നാട്യധർമ്മിയും ചേർത്ത് എഴുതിയ ആട്ടപ്രകാശം പക്ഷേ എഴുതി വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല ഒരു ആസ്വാദന പഠനത്തിനുള്ള പുസ്തകമായിട്ട് മാറുന്നു. പുസ്തകമായിട്ട് ഇറങ്ങിയോ അത്? ഇല്ല, അതിൻ്റെ കുറച്ചും കൂടെ വർക്ക് ബാക്കിയുണ്ട്. നമ്മുടെ ക്ലാസിക് കലാരൂപങ്ങൾ പലപ്പോഴും ക്യാപ്സൂൾ രൂപത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടാറുണ്ട് വേദികൾ ആവശ്യപ്പെടുമ്പോൾ. അത് നമ്മുടെ കലാരൂപത്തിൻ്റെ തനിമയെ നഷ്ടപ്പെടുത്താറുണ്ടോ? പ്രത്യേകിച്ച് നൃത്തം, താങ്കളുടെ മോഹിനിയാട്ടമൊക്കെ. ക്യാപ്സ്യൂളായിട്ടിത് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പം കുട്ടികളുടെ അടുത്ത് ചോദിക്കാറുണ്ട് സ്കൂളിൽ നിന്നൊക്കെ, ഒരു 7 മിനിറ്റിലൊരു വർണ്ണം ചെയ്യാമോ? അത് നടക്കില്ല. ഞാൻ പറയും മോള് ചെയ്യണ്ട, അത് പറ്റില്ല എന്ന് പറഞ്ഞേക്കും. എന്നിട്ട് 7 മിനിറ്റിൽ ഒരു കറുകറെ കാർമുകിൽ പോലെ മോഹിനിയാട്ടത്തിൻ്റെ സത്ത കിട്ടുന്ന ചെറിയ ഐറ്റം എന്തെങ്കിലും ചെയ്യാം, അതിന് വിരോധമില്ല. അത് സത്ത കിട്ടുക എന്ന് പറയുമ്പോഴും ഒരു ഗാംഭീര്യമുള്ള ഒരു ഇനം ആവില്ല അത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാറ്റഗറിയിലുള്ളവർ 7 മിനിറ്റിന് എന്തായാലും സമ്മതിക്കില്ല. കാരണം ഞങ്ങൾക്ക് ചെയ്തു എന്നൊന്നും തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ചെയ്ത് അത് എന്താ വെച്ചാൽ അത് സ്ലോലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് എത്തുകയല്ല. അതിനൊരു തുടക്കം, ഒരു വളർച്ച, ഒരു എൻഡിങ്, അങ്ങനെ പടിപടിയായിട്ടേ നമുക്ക് ആസ്വാദനത്തിൻ്റെ പല തലങ്ങളിലേക്കും പോകാൻ പറ്റുള്ളൂ. ഈ നർത്തകർക്ക് സംഗീതജ്ഞാനം കൂടി ഉണ്ടാവുമെന്ന് പറയാറുണ്ട്, പാടാറുണ്ടോ? ഇല്ല, ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ രാഗവും. അതെല്ലാം കേട്ടാൽ അറിയാം, മനസ്സിൽ സംഗീതമുണ്ട്, തൊണ്ടയിലില്ല. നൃത്തത്തിന് എങ്ങനെയാണ് പാട്ട് സഹായകമാവുന്നത്? നൃത്തത്തിന് ശരി പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന സംഗീതമാണ് നൃത്തം എന്ന് പറയാം. ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ ആലത്തൂർ അടുത്തുള്ള ഒരു അമ്പലത്തിൽ, ശിവൻ്റെ അമ്പലമാണ്, അവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ നൃത്തം കാണാൻ പോയ ആളാണ്. എന്നെ അകത്തേക്ക് വിളിപ്പിച്ചിട്ട് ഇവിടെ നൃത്തം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമായിരുന്നു അത്. അങ്ങനെ ആ സ്പേസ് അതിന് പറ്റിയ സ്ഥലമായിരുന്നു. ഭഗവാന്റെ നേരെ മുമ്പിൽ, ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല, അവിടെ ഭഗവാന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം പുറത്തേക്ക് കിടക്കാൻ പുറപ്പെട്ടു. കാരണം ബാഗൊക്കെ പുറത്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഫോണിലല്ലേ പാട്ടുള്ളത്. അവർ പറഞ്ഞു പാട്ട് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശ്രുതി മാത്രം വെച്ച് ചെയ്യാം. അതിനും എനിക്ക് പ്രയാസമില്ലായിരുന്നു. പറഞ്ഞു ശ്രുതിയും വേണ്ട, നിശബ്ദതയിൽ ചെയ്യാൻ പറ്റുമോ എന്നാ ചോദ്യം. അതെനിക്ക് വല്ലാത്തൊരു അടിയായിരുന്നു. നിശബ്ദതയിൽ നൃത്തം ചെയ്യാന്നുള്ളൊരു സങ്കല്പം എൻ്റെ ഏഴയലത്ത് പോയിട്ടില്ല. ഞാൻ ശരിക്കും അവിടെ സ്വയം സമർപ്പണം എന്താന്നുള്ളത് അറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. അവിടെ ഇരുന്നു, ഞാൻ ഭഗവാന്റെ മുമ്പിലിരുന്നു, കുറച്ച് നേരം ധ്യാനിച്ച് പിന്നെ ഞാനൊരു നൃത്തം ചെയ്തു. ഒരു 30 to 35 മിനിറ്റ്സ് ചെയ്തു. അതൊരു വല്ലാത്തൊരനുഭവമായിരുന്നു. നിശബ്ദതയിൽ എങ്ങനെ നൃത്തം ചെയ്യാം, നിശബ്ദതയുടെ സംഗീതം എന്താണെന്നറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നൃത്തം, ഒരു സംഗീതം, ഒരു താളോ അപ്പോൾ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല എന്താന്ന്. പിന്നെ ആസ്വാദകർ അങ്ങനത്തെ കെട്ടുപാടുകളൊന്നുമില്ലല്ലോ അവിടെ. എന്നെ വിലയിരുത്താൻ ആരുമില്ല. എനിക്കറിയാം ഭഗവാന്റെ മുമ്പിൽ ഞാനൊന്നുമല്ല, എനിക്കൊന്നും അറിയാത്ത ആൾ തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ആ ഒരു ധൈര്യത്തിലാണ് അന്ന് അവിടെ നൃത്തം ചെയ്തത്. പിന്നീടാണ് ശ്രുതി മാത്രം വെച്ചിട്ടും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൽ, നേരത്തെ പറഞ്ഞില്ലേ വർഷമോഹിനി എല്ലാം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണെന്ന് എനിക്ക് ആ സമയം തോന്നി. പക്ഷേ ഞങ്ങൾക്കിടയിൽ വേറെ ആരും പാടില്ല, ഭഗവാനും എനിക്കും ഇടയിൽ ഇനി ഒരാളുണ്ടെങ്കിൽ അവിടെ പാട്ട് കൂടിയേ തീരൂ. ആസ്വാദകരെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതിന് പാട്ട് വലിയ ഒരു ഘടകം തന്നെയാണ്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? പിന്നെ തിരുവേഗപ്പുറയുള്ള ഭഗവാൻ ഒരു നാൾ, നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. നൃത്തം ഒരു സമർപ്പണം, അതല്ലെങ്കിൽ ഒരു ആരാധന കൂടിയാണ് എന്ന് പറയാറുണ്ട്. പാട്ടുകാരനും ശ്രോതാക്കളുമില്ലാതെ ഗാനം മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ പോലെ, അതല്ലെങ്കിൽ സ്വയം മറന്ന് നർത്തകി ഇല്ലാതെയായി നൃത്തം മാത്രം ബാക്കിയാവുന്നൊരവസ്ഥ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കുറച്ചും മുമ്പേ പറഞ്ഞത് അത്തരം ഒരവസ്ഥയായിരുന്നു. അതെ അതെ, അതാണ് ആ മെഡിറ്റേഷൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ നൃത്തത്തിലേക്ക് എന്നെ ആകർഷിച്ച
ആ ഫീല് തന്നെ ചിത്ര വിശ്വേശ്വരൻ്റെ നൃത്തം കണ്ടിട്ട് ഞാൻ അതിലേക്ക് വരുമ്പോൾ ഇത് ഏത് രൂപമാണ് എന്നുള്ളതല്ല, അവർ ചെയ്യുന്നത് ഭരതനാട്യമാണ്. ആ നൃത്തത്തിൻ്റെ രൂപമല്ല, നൃത്തം ഒരു വല്ലാത്ത ഒരു ബോധമായിട്ട് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഓരോ വേദിയിലും ഞാൻ നൃത്തം ചെയ്യുന്നത് എന്ന് പറയാം. അത് കിട്ടുന്നത് ഫുൾ ടൈമൊന്നും കിട്ടില്ല, പക്ഷേ ഒരു 2-3 മിനിറ്റോ കിട്ടിയാൽ തന്നെ വലിയ സന്തോഷം. ഇപ്പോൾ ഏകദേശം എത്ര വേദിയായി കാണും? അരങ്ങിൽ വന്നിട്ട് എത്ര കാലമായി? 93 മുതൽക്ക് ഞാൻ വേദികൾ ചെയ്യുന്നുണ്ട്. എണ്ണൊന്നും നോക്കിയിട്ടില്ല. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. മറക്കാനാകാത്തൊരു വേദി അതല്ലെങ്കിൽ ഒരു അരങ്ങ് അങ്ങനെ ചോദിച്ചാൽ ഏതായിരിക്കും അത്? കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അതിൽ ഒരു വളരെ രസമുള്ളൊരു ഇത് പറയാം. അവിടെ FCRI എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ എല്ലാ മാസവും എന്ന് പറഞ്ഞ പോലെ ഫോറിനേഴ്സ് ഗസ്റ്റായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഈവനിങ് ഒരു മോഹിനിയാട്ടം ഒരു ഹാഫ് ആൻ അവർ വേണം. അവിടുത്തെ മാനേജർ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അദ്ദേഹത്തിന് നിർബന്ധമായിട്ടുള്ള 2 ഐറ്റമാണ് ഓമനത്തിങ്കൾ കിടാവോയും ഈ കറുകറി കാർമുകിൽ. അതെന്തായാലും വേണം. ബാക്കി എന്താ വെച്ചാൽ വിനിത ചെയ്തോളൂ ഈ അരമണിക്കൂറിൽ. അപ്പോൾ ഈ ഓമനത്തിങ്കൾ ചെയ്തിട്ട് ഭയങ്കര അപ്രിസിയേഷനാണ്. അത് തോന്നുന്ന ഈ മാതൃത്വം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലാംഗ്വേജ് അല്ലേ, അതിന് നമുക്ക് എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഓമനത്തിങ്കളിൽ മുഴുവൻ ചെയ്യുന്നത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള കളികളും ആ രീതിയിൽ കുട്ടിയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളൊക്കെയാണ്. അതിൽ ആ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ഓരോ രംഗങ്ങളും ചിത്രീകരിക്കുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു നീഗ്രോ ഹായ് ഓ ഓ ഞാൻ ഏതിലാണോ അവസാനിപ്പിച്ചത് അതാ അദ്ദേഹം പാടിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഇത് ഇത്ര വേഗം. പക്ഷേ അവരുടെ ആ സ്ലാങ്ങിലാണ് ആ ഈണം എത്രത്തോളം അവരുടെ ഉള്ളിലേക്ക് കയറി എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ചൈനീസ് ലേഡി അന്ന് ഓടി വന്ന് എൻ്റെ കൈ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഇന്ന് എന്താണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന്. എനിക്ക് എപ്പോഴും അറിയില്ല, പക്ഷേ അവർ ഭയങ്കര ഇമോഷണലായിരുന്നു. അവർക്ക് എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ എൻ്റെ ഓമനത്തിങ്കൾ കാരണമായി. ചില ഓർമ്മകൾ അല്ലെങ്കിൽ സ്മരണകളൊക്കെ അവരിൽ ഉണ്ടാക്കി കാണും. എന്താണ് ഒരു ചലച്ചിത്രമുണ്ട് മാനത്തെ വെള്ളിത്തീര് എന്ന് പറഞ്ഞ്, ഒരു നർത്തകിയെ പിന്തുടരുന്ന ഒരു നർത്തകൻ. അവരത് ആദ്യം തെറ്റിദ്ധരിക്കും, പക്ഷേ ഇയാൾ തൻ്റെ അമ്മയാണ് നർത്തകിയിൽ കാണുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അതുണ്ട്. അത് എനിക്ക് ഓമനത്തിങ്കൾ ഒരുപാട് കുട്ടികളെ തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഏറെ പ്രിയപ്പെട്ട ഒരു മകനായിട്ട് എനിക്കുള്ളത് പീയൂഷ് ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. പീയൂഷ് എൻ്റെ ഓമനത്തിങ്കൾ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന എൻ്റെ കുട്ടിയാണ്. അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു 30 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞു വാവയായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. ഇപ്പോഴും പീയൂഷിൻ്റെ ഭാര്യ ലക്ഷ്മിയും അവരുടെ ജീവിതത്തിലെ എന്ത് നല്ല കാര്യങ്ങൾക്കും അമ്മ എന്നുള്ള സ്ഥാനം തന്നിട്ട് എന്നെ ഓർക്കുകയും അനുഗ്രഹത്തിനായിട്ട് എൻ്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. എങ്ങനെയാണ് ആകാശവാണിയുമായിട്ടുള്ള ബന്ധം? ആകാശവാണി കേൾക്കാറുണ്ടോ? എങ്ങനെയായിരുന്നു? ഈ കലയ്ക്ക് എന്തെങ്കിലും വിധത്തിൽ പ്രചോദനമാകാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആകാശവാണി ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രീ ഡിഗ്രി കാലത്ത് ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വല്യമ്മയുടെ മോള് ലത ചേച്ചിക്ക് ആകാശവാണി കൂടിയാണ് ചേച്ചിയുടെ ലൈഫ് മുന്നോട്ട് പോയിരുന്നത്. എല്ലാം രാവിലെ 7 മണി തൊട്ട്, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് 7 മണി തൊട്ടാണ്. അതിന് മുൻപേ വെക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സമയം ബോധം ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ആകാശവാണിയാണ്. പിന്നെ ഈ കൃത്യനിഷ്ഠയാണ് ഞാൻ ആകാശവാണിയുടെ അടുത്തുനിന്ന് വളരെയധികം ആദരപൂർവ്വം നോക്കിക്കണ്ട ഒരു കാര്യം. ആകാശവാണിയുടെ സമയം നോക്കിയിട്ട് ടൈം പീസും ക്ലോക്കും സെറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അത് ആണ് എനിക്കും പ്രചോദനമായിട്ടുള്ളത്. അതാണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഒരു നർത്തകിക്ക് വേണ്ട ഏറ്റവും വലിയ പിന്തുണ ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നായിരിക്കും. എങ്ങനെയാണ് താങ്കൾക്ക് ഈ രംഗത്ത് തുടരാനും അതല്ലെങ്കിൽ ഇതിൽ മുന്നോട്ട് പോകാനും വീട്ടിൽ നിന്നുള്ള പിന്തുണ എങ്ങനെയാണ്? അതേക്കുറിച്ച് പറയാമോ? ഒക്കെ ഡാൻസ് എടുത്ത സമയത്ത് അമ്മയ്ക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ പറയും ICW ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു ജോലി, അതും പോരെ, വേണ്ട കുട്ടി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് തിരിയൂ എന്നൊക്കെ അമ്മ പറയുമായിരുന്നു. പക്ഷേ ഇതിൽ എക്സൽ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അമ്മയും അഭിമാനത്തോടെ കൂടെ തന്നെയാണ് എൻ്റെ മകള് നർത്തകിയാണ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഭർത്താവിൻ്റെയാണ്. ഞാൻ
കല്യാണം കഴിഞ്ഞ് മകന് 3 വയസ്സായ ശേഷമാണ് ഇതാണ് എൻ്റെ തട്ടകം എന്ന് തിരിച്ചറിയുന്നതും. അന്നും വയലിൻ പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി വേണ്ട, ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യൂ, അത് ഏതാണെങ്കിലും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവാണ്. രഘുത്തമൻ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ഞാൻ സെലക്ട് ചെയ്തതാണ് ഡാൻസ്. അതിൻ്റെ എന്ത് വരും വരായികളും നമുക്ക് ഒരുമിച്ച് നേരിടാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഈ നിമിഷം വരെയും. അത്തരമൊരു കലാപാരമ്പര്യം അദ്ദേഹത്തിനും ഉണ്ടോ ശരിക്കും? അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ അമ്മാവനും കൂടിയാണ് ശ്രീ വാസുദേവൻ നെടുങ്ങാടി. കോട്ടയ്ക്കൽ വാസു നെടുങ്ങാടി എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വളരെ പ്രശസ്തനായിട്ടുള്ളൊരു കഥകളി സംഗീതജ്ഞനായിരുന്നു. നമ്പീശൻ നെടുങ്ങാടി കൂട്ടുകെട്ട് ഒരു കാലത്ത് കഥകളി രംഗത്ത് വളരെ തിരമാലകൾ ഉതിർത്തിട്ടുള്ള ഒരു കൂട്ടാണ്. നമ്മൾ സംസാരിക്കുന്ന ഒരു ശിവരാത്രി ദിവസമാണ്. ഈ പ്രപഞ്ചം തന്നെ തൻ്റെ നടനത്തിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു ദേവനാണ് നടരാജൻ. നൃത്തവും നടരാജനും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേക്കുറിച്ച് പറയാം. നൃത്തം ശരിക്കും പറഞ്ഞാൽ ഈ നടരാജൻ എന്നുള്ള സങ്കല്പം തന്നെ ഫസ്റ്റ് പെർഫോമർ ആയിട്ടാണ് പറയുന്നത്. പ്രപഞ്ചത്തിലെ ആദ്യത്തെ പെർഫോമറാണ് നടരാജൻ. ഊർജതാണ്ഡവം എന്നാണ് അതിന് ഫിസിക്സ് കൊടുക്കുന്ന പേര്. അത് നടരാജ സങ്കല്പം അഗ്നിയാണ്. അഗ്നി ദേവനാണ് നടരാജൻ. അപ്പോൾ ഓരോ അണുവും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചലനങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തിൽ ഒരു സംഘനൃത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സംഘനൃത്തത്തിൻ്റെ പ്രോഡക്ട്സാണ് നമ്മളെല്ലാവരും എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം ഈ നടരാജ സങ്കല്പത്തിലെ നമ്മൾ കാണുന്ന ഈ രൂപം, അതിന് അപ്പുറത്തേക്കുള്ളൊരു നടരാജനുണ്ട്. ഈ നടരാജൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വിളങ്ങുന്ന ഒരു ചൈതന്യ, ശുദ്ധ ചൈതന്യം കൂടിയാണ്. എനിക്ക് തോന്നാറുണ്ട് നൃത്തം ചെയ്യാത്ത ഒരാളും ഇല്ല. മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് താളം പിടിക്കാത്ത, എപ്പോഴെങ്കിലും ഒന്ന് തുള്ളിക്കളിക്കാത്ത, എപ്പോഴെങ്കിലും ഒരു കൈ കൊണ്ടുള്ള ഒരു മുദ്രാവിക്ഷേപമോ അല്ലെങ്കിൽ കാലുകൊണ്ടൊരു കുടച്ചിലോ ഇല്ലാതെ ഒരു ആനന്ദവും നമുക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അത് ആ രീതിയിലേ പറ്റുള്ളൂ. ഒരു ഔട്ട് ബേസ്റ്റ് ചെയ്യുന്ന ഒരു നിമിഷം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കില്ലേ? അത് നല്ലതിനായെങ്കിൽ ചിലപ്പോൾ സങ്കടം വന്നിട്ടാവും. അപ്പോഴും നൃത്തം തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തോന്നാറുണ്ട്. നമ്മുടെ ഈ ഈശ്വര സങ്കല്പങ്ങളെല്ലാം നൃത്തം ചെയ്യുന്നുണ്ടല്ലേ നടരാജനെ കൂടാതെ? അതെ അതെ അതെ, അത് ഹിന്ദു മിത്തോളജിയിൽ നല്ല രസകരമായിട്ടുള്ള സങ്കല്പമാണ്. ഏത് ദേവീദേവനെ എടുത്താലും അവരെല്ലാവരും നൃത്തം, വാദ്യം, ഗീതം, ഈ മൂന്നും ഇല്ലാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്തരം നൃത്തങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് എങ്ങനെ, പഠന പ്രക്രിയയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ഒരു പഠന ഉപാധി എന്ന നിലയ്ക്ക് മറ്റുള്ളത് പഠിക്കാൻ കൂടി ഈ നൃത്തവും സംഗീതവും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ലേ? അത് ഞാൻ ഒരിക്കൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആർട്ട് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു വെച്ചാൽ, ആർട്ട് പഠിപ്പിക്കുന്നതിനേക്കാളും ആസ്വദിക്കാൻ പഠിപ്പിക്കുക. ആസ്വദിക്കാൻ പഠിപ്പിക്കുന്നിടത്തു നിന്നാണ് ആർട്ടിസ്റ്റ് ആദ്യം ഉണ്ടാകുന്നത്. നമുക്ക് എപ്പോഴും പറയും, ഒരു നല്ല കലാകാരി നല്ലൊരു കാണി കൂടിയായിരിക്കണം. ആദ്യം കാണിയായി ആസ്വദിക്കാൻ അറിയുമ്പോഴേ നല്ല കല നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കൂളുകളാണെങ്കിൽ ഇതിനാണ് അടിത്തറയിടേണ്ടത്. ഇപ്പോൾ എബ്രോഡുള്ള ഇതിലെല്ലാം, വെസ്റ്റേൺ കൺട്രീസിൽ പ്രത്യേകിച്ചും ആർട്ട് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഠന ശാഖയാണ്. നമ്മുടെ അവിടെ ഇതിന് അത്ര പ്രാമുഖ്യം കൊടുത്തിട്ടില്ല. ഡാൻസുണ്ട്, പാട്ടുണ്ട്, വെറുതെ സാപ്പാസ പഠിപ്പിക്കുന്നതല്ല പാട്ട് പഠിക്കൽ. സംഗീതം എന്ന് പറയുന്നത് ഈ സ്വരസ്ഥാനങ്ങൾക്കൊക്കെ അപ്പുറമുള്ളൊരു അനുഭവമല്ലേ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, താളത്തിനനുസരിച്ചിട്ട് കയ്യും കാലും ചലിപ്പിക്കുന്നതല്ല നൃത്തം. അതിനപ്പുറത്തേക്ക് ഒരു അനുഭൂതി തലമുണ്ട്. അനുഭവത്തിനും അപ്പുറത്തേക്കൊരു അനുഭൂതി. ഈ ചലനത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അത് നൃത്തമാവുന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കുട്ടികളെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ പൂ പൊട്ടിച്ച് വെറുതെ വാസനിച്ചിട്ട് ഹായ് എന്ന് വെറുതെ അനുഭവിപ്പിക്കും. ചിലപ്പോൾ ആ പൂവിനൊരു വാസനയും ഉണ്ടാവില്ല, പക്ഷേ ഏത് പൂ കണ്ടാലും അവർ പിന്നെ ഹായ് എന്ന് പറയും. അപ്പോൾ ഈ പൂ എന്നുള്ള വസ്തു വാസനിക്കാനുള്ളതാണ്, അതിൽ നിന്നും ഒരു വാസന വരുന്നുണ്ട് എന്നുള്ളതൊക്കെ കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ നൃത്തം, ഗീതം, വാദ്യം, നാടകം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആസ്വദിക്കാൻ കുട്ടികളെ പഠിപ്പിക്കലാണ് ആദ്യം വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചാൽ അതോടൊപ്പം ഇത് മറ്റു പഠനങ്ങൾക്ക് സഹായകമാകുമോ എന്നാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് പഠിക്കാൻ
അതുണ്ട്. അയ്യോ, അത് സംശയമൊന്നുമില്ല, അത് യാതൊരു സംശയവുമില്ല. അത് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരെ എല്ലാം അത് സഹായകമാവില്ലേ? അത് എനിക്കൊരു അനുഭവമുണ്ട്. ഒരു കുട്ടി, കുറച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു 2ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് കുട്ടിക്ക് വിരലുകൾ ചേർത്ത് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പതാക എന്ന് പറയുന്ന ഒരു മുദ്ര പറയുന്നത് 5 വിരലും ചേർത്ത് പിടിക്കുന്ന ഒരു മുദ്രയാണ്. ഇതുപോലെ കൈ പിടിക്കാൻ പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ വരുള്ളൂ. എന്നിട്ട് കഷ്ടപ്പെട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എല്ലാ വിരലും ചേർത്ത് പിടിക്കും. ഈ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുന്നതോടുകൂടി റൈറ്റ് വീണ്ടും വിടർന്നും കൊണ്ടാവും. അപ്പോൾ ഉറക്ക നിലവിളിക്കും, എൻ്റെ കൈ മാത്രം ഇങ്ങനെ നിൽക്കുന്നില്ല. അപ്പം വരും, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞ് എന്തോ ഈശ്വരൻ സഹായിച്ച് കുറച്ച് ക്ഷമയുള്ള കൂട്ടത്തിലാണ് ഞാൻ. ആ കുട്ടി ഇന്നിപ്പോൾ MCOM കഴിഞ്ഞ് ജോലി എടുത്ത് ഇപ്പോൾ ഡാൻസാണ് എൻ്റെ തട്ടകമെന്ന് പറഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്തേക്ക് എന്നെ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു, മിടുക്കി കുട്ടിയാണ്, എല്ലാ കാര്യങ്ങളും നടത്തും. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയും പറയുന്നത് ഡാൻസാണ് ആ കുട്ടിയെ നോർമലാക്കിയത് എന്നുള്ളതാണ്. അത് ഞാൻ പക്ഷേ ഇതിൽ ട്രെയിൻഡൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്കതിൽ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ സന്തോഷമുണ്ട്, നൃത്തം ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തല്ലോ എന്നുള്ളത്. പലപ്പോഴും പറയാറുണ്ട് ലാസ്യപ്രധാനമാണ് മോഹിനിയാട്ടം എന്ന്. അപ്പോൾ ഈ ആൺകുട്ടികൾ ഈ കലാരൂപം ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. അതായത് ഇപ്പം ഞങ്ങൾ സ്ത്രീകൾ ആണുങ്ങളെ പകർന്നാടുന്നില്ലേ, അതിൽ ഞങ്ങൾ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് ഞങ്ങൾക്കുള്ളൊരു ചലഞ്ചല്ലേ. അതുപോലെ തന്നെ അവർക്കും സ്ത്രീകളെ പകർന്നാടുക എന്നുള്ളൊരു ചലഞ്ചാണ്. അത് കലയുടെ ഒരു ഭാഗമാണ്. അവിടെ ആ ഒരു ലിംഗവ്യത്യാസം ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. മോഹിനിയാട്ടം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വയബിളാണ്. അതൊരു ബോഡി ലാംഗ്വേജാണ്. അതിന് ആൺപെൺ വ്യത്യാസം കൊടുക്കേണ്ടതില്ല. ഇന്ന് ശിവരാത്രി മാത്രമല്ല, അന്താരാഷ്ട്ര വനിതാ ദിനം കൂടിയാണ്. നൃത്തം വനിതകളെ എത്രമാത്രം സ്വതന്ത്രമാക്കുന്നുണ്ട്? അല്ലെങ്കിൽ നൃത്തം ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണോ സ്ത്രീകളുടെ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ കെട്ടിയിട്ടിട്ടുള്ള ഒരു ഇതിന്ന് വരുമ്പോഴേ നമുക്കതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാവുന്നുള്ളൂ. പക്ഷേ ഓരോ കലയും, നൃത്തം മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോ കലയിലും അവർക്ക് അഭിരമിക്കാനുള്ള ഒരു സമയം കിട്ടുകയാണെങ്കിൽ അത് അവരുടെ സ്വത്വത്തെ ഒരുപാട് ഉണർത്തിവിടുന്ന, അവരുടെ ഉള്ളിലെ കുറേ ക്രിയേറ്റിവിറ്റി, കുറേ ഡിപ്രഷൻസിനെ ഒഴിവാക്കുന്ന, ക്രിയേറ്റിവിറ്റിയിലൂടെ ഒഴിവാക്കുന്ന, അവരുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒരുപോലെ ഉയർത്തുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും. അത് നൃത്തം മാത്രമല്ല, ഏതൊരു കലയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശരിക്കും ഈ കെട്ടിയിടുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് എനിക്കിപ്പോൾ തോന്നാറുണ്ട് അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതല്ലേ എന്ന്. ലേഡീസ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി, അങ്ങനെ പറയുന്നതിലൊരർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം. അവർ സമ്മതിക്കുമോ സമ്മതിക്കില്ലേ എന്നുള്ള ഇതൊന്നും അവിടെ നമ്മുടെ പാഷൻ്റെ ഒരു തീവ്രതയിലല്ലേ മറ്റതെല്ലാം നിഷ്പ്രഭമായി പോകും. അവർക്ക് സമ്മതിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. എൻ്റെ അവസ്ഥയല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ഈശ്വരൻ സഹായിച്ച് പൂർണ്ണമായിട്ടും എല്ലാം കൊണ്ടും സഹായിക്കുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ട്. പക്ഷെ അതല്ലാതെ കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഞങ്ങളുടെ കാലം കഴിഞ്ഞു പോയി. പ്രത്യേകിച്ചും എൻ്റെ കൂടെ പഠിച്ച ലേഡീസ് പലരും ഇപ്പോഴെന്നെ കാണുമ്പോൾ അയ്യോ ഞങ്ങൾക്കും അങ്ങനെ ആവണം എന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ അല്ല ഞങ്ങളുടെ കുടുംബ സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അവരനുഭവിക്കുന്ന അവർക്കേ അറിയുള്ളൂ. എന്നാലും എനിക്ക് തോന്നും നമ്മുടെ പാഷൻ്റെ ഒരു തീവ്രതയല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അതിന് നമുക്ക് സാധിക്കും. അത് നൃത്തമാണെങ്കിലും അല്ല ജോലിയാണെങ്കിലും ഏത് ഇതിലും ആ പാഷൻ്റെ തീവ്രത തന്നെയാണ് സക്സസിൻ്റെ താക്കോൽ. ഇനിയുള്ള അരങ്ങിലെ പുതിയ സ്വപ്നങ്ങൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? അരങ്ങിലേക്ക് എത്തിക്കണമെന്ന് ഏതെങ്കിലും സാഹിത്യകൃതിയോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇപ്പോൾ ശരിക്കും ശരീരത്തിൻ്റെ സാധ്യതകളെ അന്വേഷിക്കുന്ന ഒരു ഇതിൽ കൂടെയാണ്, അങ്ങനെ ഒരു ഫേസ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യം ഇല്ലാതെ ശരീരത്തിൻ്റെ മോഹിനിയാട്ട ചലന സാധ്യതകൾ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരു അന്വേഷണത്തിലാണ്. തീർച്ചയായും താങ്കളുടെ പരീക്ഷണങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ചെലവാക്കിയതിന് ഈ സുദിനത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷകരുമായിട്ട് എനിക്ക് ഇതിലൂടെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്നതിന്, അതുപോലെ ARനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ അറിഞ്ഞു വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി മഹാശിവരാത്രി ആഘോഷങ്ങളുടെ നല്ല പരിസമാപ്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു വനിതാ ദിനം
ആവട്ടെ എന്നും ആശംസിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഉള്ളൊരു സമയവും സന്ദർഭവും തന്നതിന്. നിറഞ്ഞ നന്ദി, സ്നേഹം. വിഖ്യാത മോഹിനിയാട്ടം നർത്തകി വിനിത നെടുങ്ങാടി അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.